എന്താ ഈ രാഹുലിന്റെ കല്യാണക്കാര്യം ആലോചിക്കുമ്പോൾ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ്. എടാ പതുക്കെ പറ, മനസ്സില്ല, എനിക്ക് ഉറക്കെ പറയണം. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ ചിന്താ ജെറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത്. എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ. ബെസ്റ്റ്. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. രാഹുൽ ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താ ജെറോമിനെയാണല്ലോ. അതെ, രാഹുൽ ആദ്യമായി. വന്നിട്ടുള്ള നിരവധി ആളുകളിൽ ഒരാൾ. സത്യമായിട്ടൊരു അബദ്ധം പറ്റിയത് കേസാക്കരുത്. ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താ ജെറോമിനെയാണ്. എന്ന് വെച്ചാൽ പരസ്യമായി പ്രപ്പോസ് ചെയ്യുന്നതിന് മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം. ഈ ട്രോളിന്റെ വലിയ വിക്ടിം. ട്രോളൊന്നുമല്ല, രാഹുൽ സീരിയസ് ആയിരുന്നു. ശരിക്കും വേണ്ട ഈ ലൈനിൽ കയറി പിടിച്ച് കളിക്കണ്ട. ഇതേ 66 kV ലൈനാ. മെയിൻ ഓഫ് ചെയ്ത് കയറി പിടിച്ച ചിലപ്പോ കരിവാളിച്ചു. ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത്. ഇഷ്ടല്ലേ? ഇഷ്ടല്ലേ? ചിന്ത ആർക്കും ഇഷ്ടമല്ലാത്ത. അങ്ങനെ പറയണ ആളല്ലല്ലോ കുമാരേട്ടൻ. ഞാനിപ്പോ പഴയ പോലെ അല്ല. വഴക്കും വക്കാണൊക്കെ മടുത്ത് ഇപ്പൊ എല്ലാരോടും ഭയങ്കര സ്നേഹ. ഞാൻ 4 ആളറിയുന്ന ഒരു മാനിനാണ്. കുറെ വർഷമായി. ഇപ്പം 2016 തോന്നുന്നു. 17 ഓർത്ത് വെച്ചേക്കാം. പരസ്യമായി ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിട്ടും ഈ വർഷം ഓർമ്മിച്ചിരിക്കുന്ന കാര്യം. എന്നെ പ്രപ്പോസ് ചെയ്ത എല്ലാവരുടെയും വർഷം തീയതി എനിക്ക് ഓർമ്മ. ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാ കേട്ടോ. 200 പേജിന്റെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടോ? തീരുമാനാക്കിയാലോ? ലൈഫിലെ ആദ്യത്തെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ചിന്തയ്ക്ക് ചോദിക്കാനും പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. കാരണം തമാശ രൂപത്തിൽ പ്രപ്പോസ് ചെയ്തപ്പോൾ പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ട്. കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാൻ ഇതിനായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ എന്റെ മോന്തന്റെ ഷേപ്പ് മാറിപ്പോവാ. നമുക്ക് 2017 പ്രപ്പോസൽ ഉണ്ടല്ലോ, ഇപ്പോഴും ചിന്ത മനസ്സ് വെച്ചേക്കുന്നുണ്ടോ? അല്ല, എനിക്ക് വന്നിട്ടുള്ള എല്ലാ പ്രപ്പോസൽസും എനിക്ക് ഓർമ്മയുണ്ട്. രാഹുലിനെ എനിക്ക് ഓർമ്മയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. നിർത്തി അവമാനിക്കുവാണെന്ന്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.